അൺഹൈജീൻ്റെ ഭാഗമായിട്ടുണ്ടായ ഡാൻഡ്രഫ്, അതായത് നനഞ്ഞ മുടി കെട്ടിവെക്കുക, നനഞ്ഞ മുടി ഹെൽമെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക തുടങ്ങിയ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നല്ലോണം ഡാൻഡ്രഫ് വന്ന് നമ്മുടെ ഒ.പിയിൽ കൺസൾട്ടേഷൻ വന്നൊരു കസ്റ്റമറാണത്. ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടാണ് കസ്റ്റമർ വന്നിരിക്കുന്നത്. നമുക്ക് പ്രൊസീജിയർ ഒന്ന് കണ്ടു നോക്കാം. സ്കാൽപ്പ് വേണ്ടത്ര രീതിയിൽ കെയർ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നല്ലോണം ഡാൻഡ്രഫ് വന്ന ഒരു കസ്റ്റമറാണത്. ഭയങ്കരമായിട്ടും ഫ്രീക്വൻസി വെച്ച് അത് ക്ലിയർ ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഭയങ്കര ഡാൻഡ്രഫ് ആണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് ഹെയർ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. വീക്ക്ലി 1 or 2 times ഓയിൽ മസാജ് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ നന്നായിട്ട് സ്റ്റീം ചെയ്യുക. സ്റ്റീം ചെയ്തതിന് ശേഷം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കിഴികൾ സെലക്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെയും സ്കാൽപ്പും ഹെയറിനും അനുസരിച്ചുള്ള കിഴികളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇളക്കിയിട്ടുള്ള ഡാൻഡ്രഫിനെ എല്ലാം നമുക്ക് കിഴികൾ ഉപയോഗിച്ച് ക്ലിയർ ആക്കാവുന്നതാണ്. അതിനുശേഷം ഹെയറിന്റെ ടൈപ്പും അതുപോലെ തന്നെ സ്കാൽപ്പിന്റെ കണ്ടീഷനും ഡ്രൈനെസ്സും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഹെയർ പാക്ക് നമ്മൾ സെലക്ട് ചെയ്ത് അതൊരു 15 to 20 minutes ഹോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യുക. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ച് തന്നെ വാഷ് ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച്, അതായത് സ്കാൽപ്പ് നല്ലോണം ക്ലിയർ ആയിട്ടുണ്ട്. സ്കാൽപ്പിൽ ഒട്ടും തന്നെ ഡാൻഡ്രഫ് ഇപ്പോൾ കാണാനേ ഇല്ല. അത്രത്തോളം കസ്റ്റമറും ഹാപ്പിയാണ്. ഞാൻ 9 വർഷമായിട്ട് ഈ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളാണ്. ആയുർദാനി വന്നത് 5 മാസമായിട്ടേ ഉള്ളൂ. ഞാനിപ്പം പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അസുഖം 3/4 എൻ്റെ മാറിയിട്ടുണ്ട് ഈ 5 മാസം കൊണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എനിക്ക് മാറ്റം വരുന്നുണ്ട്.